സമരാഘോഷങ്ങൾക്ക് പിന്നിൽ ആരെന്നത് അന്വേഷിക്കണമെന്നും അടൂർ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണനുണ്ട്. ഉമേഷ്, രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് നൽകി, അത് സ്ഥിരീകരിക്കുന്നു, കാരണങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നു, ഒപ്പം തന്നെ അന്വേഷണം വേണം എന്നൊരാവശ്യം കൂടി അടൂർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്താണ് വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ? ഇന്നലെയാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് രാജി സമർപ്പിച്ചത്. അതിനുശേഷം ഇന്ന് വാർത്താസമ്മേളനം നടത്തുകയായിരുന്നു. വാർത്താസമ്മേളനത്തിൽ 5 പേജുള്ള വിശദീകരണക്കുറിപ്പും അദ്ദേഹം പൂർണ്ണമായി വായിച്ചു. അതിൽ പൂർണ്ണമായി ശങ്കർ മോഹനെ ന്യായീകരിക്കുകയാണ്, ശങ്കർ മോഹന് പൂർണ്ണ പിന്തുണ നൽകുകയുമാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അതേസമയം വിദ്യാർത്ഥികൾ ഉന്നയിച്ച പരാതികൾ എല്ലാം തള്ളുന്നു. ജാതി വിവേചനം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നിട്ടില്ല. കൂടാതെ തൊഴിലാളികൾ, അതായത് ശുചീകരണ തൊഴിലാളികൾ ഉന്നയിച്ച ആരോപണങ്ങളും പൂർണ്ണമായി തള്ളുന്നു. ശുചീകരണ തൊഴിലാളികൾക്കിടയിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആരുമില്ല. അവരാരും ശങ്കർ മോഹന്റെ വീട്ടിലെത്തി ശുചിമുറി വൃത്തിയാക്കിയിട്ടുമില്ല. വീട്ടിന്റെ പരിസരം മാത്രമാണ് വൃത്തിയാക്കിയതെന്നും അദ്ദേഹം ന്യായീകരിക്കുന്നുണ്ട്. അതുകൂടാതെ നിലവിൽ 3 അന്വേഷണമാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നത്. അതിലൊന്ന് അടൂർ ഗോപാലകൃഷ്ണൻ നേരിട്ട് നടത്തിയ അന്വേഷണമാണ്. അതുകൂടാതെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിയോഗിച്ച ഒരു അന്വേഷണ കമ്മീഷനും മുഖ്യമന്ത്രി നിയോഗിച്ച അന്വേഷണ കമ്മീഷനും അവിടെ നേരിട്ടെത്തി തെളിവെടുത്ത് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ 2 റിപ്പോർട്ടുകളും ശങ്കർ മോഹനും അടൂർ ഗോപാലകൃഷ്ണനും എതിരായിരുന്നു. മുഖ്യമന്ത്രി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ പോലും ശങ്കർ മോഹന്റെ മൊഴി പോലും എടുത്തില്ല എന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. എന്തായാലും രാജി സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു. മറ്റു കാര്യങ്ങൾ, അതായത് രാജിവെച്ച കാര്യങ്ങൾ അടക്കം മാധ്യമങ്ങളിലൂടെ മാത്രമാണ് താൻ അറിഞ്ഞതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും പ്രതികരിച്ചു. കൂടാതെ വിദ്യാർത്ഥികളെ വിശ്വാസത്തിലെടുക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നുള്ള ഒരു ആക്ഷേപവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.